സോ ഹലോ എവരി വൺ. സോ കേട്ടിട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൈക്കോളജി എന്ന് പറയുന്ന അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള പഠിക്കാൻ താല്പര്യമുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷെ മറ്റു ചിലർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടും പറയാറുണ്ട്. പക്ഷെ നമുക്കത് വളരെ എളുപ്പത്തിൽ വളരെ രസകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. എല്ലാ കാറ്റഗറിക്കും പൊതുവായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി. എന്താണ്? എല്ലാ കാറ്റഗറിക്കും പൊതുവായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് സൈക്കോളജി. അതിൽ ഏറ്റവും പൊതുവായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് കോമൺ ആയിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് വികസനം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന എല്ലാ കാറ്റഗറിക്കും ഒരുപോലെ ചോദിക്കുന്ന എല്ലാ കാറ്റഗറിയും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വികസനം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്. നമുക്ക് ക്ലാസ്സിലേക്ക് നേരെ കിടക്കാം. എല്ലാവരും ഒരു ബുക്കും പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി സൂക്ഷിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുമ്പോഴും രണ്ട് ലാംഗ്വേജിലും പഠിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സോ എന്താണ് വികസനം എന്ന് പറയുന്നത്? ഡെവലപ്മെന്റ് അല്ലെ? അതായത് ഇപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മള് ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ നമ്മുടെ ജീവിതകാലം മുഴുവൻ എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പം ഒരു വയറ്റില് അല്ലെ, ഒരു വയറ്റില് ഒരു ജന്മം കൊള്ളുന്ന സമയം മുതൽ ഒരു ജന്മം കൊള്ളുന്ന സമയം മുതൽ നമ്മളുടെ മരണം വരെ അല്ലെ, നമ്മൾ പെട്ടിയിലാകുന്ന സമയം വരെ നമ്മുടെ മരണം വരെ നടക്കുന്ന മൊത്തത്തിലുള്ള അല്ലെ ഒരു സമഗ്ര പ്രക്രിയയാണ്. മൊത്തത്തിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഓവറോൾ അല്ലെങ്കിൽ ഒരു സമഗ്ര പ്രക്രിയയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വികസനം എന്ന് പറയുന്നത്. അപ്പം ഈ സമഗ്ര പ്രക്രിയ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? നമ്മുടെ ശാരീരികമായിട്ടുള്ള വളർച്ചകൾ മാത്രമാണോ വികസനം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. അപ്പൊ അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ശാരീരികമായിട്ടുള്ള വളർച്ചയെ മാത്രമല്ല നമ്മൾ പറയുന്നത്, ഒരു വ്യക്തിയുടെ പൂർണ്ണ വ്യക്തിത്വ രൂപീകരണത്തോടെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ. പൂർണ്ണ വ്യക്തിത്വ രൂപീകരണം എന്ന് പറയുമ്പോൾ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെയുള്ള ഓവറോൾ ആയിട്ടുള്ള ഒരു വികസനത്തെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. അല്ലാതെ എന്ന് മാത്രമല്ല, നമ്മളുടെ ശാരീരിക വളർച്ച മാത്രമല്ല അല്ലെ. വികസനം ശാരീരിക വളർച്ചയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അതിൽ എന്തൊക്കെ പറയുന്നുണ്ട്? കുട്ടികളുടെ ഭൗതിക വികസനം അല്ലെ. ഭൗതിക വികസനം എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെ, നമ്മുടെ ബുദ്ധി വികസനം. അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ചിന്തിക്കാനായിട്ട് എങ്ങനെയാണ് നമ്മുടെ ചിന്താശേഷികൾ എങ്ങനെയാണ് പോകുന്നത്, നമ്മുടെ ശരീരത്തിന്റെ വളർച്ച എങ്ങനെയാണ്, മനസ്സിന്റെ വളർച്ച എങ്ങനെയാണ്, നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെ, സോഷ്യൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളുടെ നമ്മളോട് എങ്ങനെയാണ് ഒരു സമൂഹത്തോട് നമ്മൾ എന്താ പറയാ ഒത്തുചേർന്ന് പോകുന്നത് അല്ലെ. സാമൂഹിക വികസനം, എങ്ങനെ നമ്മൾ പൊരുത്തപ്പെട്ടു പോകുന്നു, സമൂഹത്തിനോട് എങ്ങനെയൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്നു, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് വികസനം എന്ന് പറയുന്നത്. അല്ലാതെ ശരീരത്തിന്റെ മാത്രം വളർച്ചയല്ല വികസനം എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി അധ്യാപകൻ എന്താണ് ഇതിൽ പങ്ക്? അധ്യാപകൻ കുട്ടിയുടെ വികസന ഘട്ടം അനുസരിച്ചാണ് പഠനാനുഭവങ്ങൾ നൽകേണ്ടത് അല്ലെ. കുട്ടികളുടെ വികസനം, ഒരു 5 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ വികസനം, അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ്, അവന്റെ അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് അറിഞ്ഞു വേണം അധ്യാപകൻ പെരുമാറാൻ അല്ലെ. അല്ലെങ്കിൽ 2 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ LKG പഠിക്കുന്ന കുട്ടി, UKG പഠിക്കുന്ന കുട്ടി, 10 പഠിക്കുന്ന കുട്ടി, 9 പഠിക്കുന്ന കുട്ടി, കുട്ടികളുടെ ഓരോ സ്റ്റേജിലുള്ള വികസനങ്ങൾ നമ്മളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു കണ്ടന്റിൽ പറയുന്നത്. എന്താണ് ഡെവലപ്മെന്റ്? ഡെവലപ്മെന്റ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. അതൊരിക്കലും ഒരു 10 വയസ്സ് വരെ നിൽക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ നമ്മുടെ വളർച്ച നിൽക്കുമായിരിക്കും, ഫിസിക്കൽ ഗ്രോത്ത് നിൽക്കുമായിരിക്കും ചിലപ്പോൾ അല്ലെ, നമ്മുടെ നീളം നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും നിന്ന് പോകുന്നുണ്ട് വളർച്ച ശരീരത്തിന്റെ. പക്ഷെ ഒരിക്കലും നമ്മളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരിക്കലും എന്ത് മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ശരീരം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമല്ല, നമുക്ക് മെന്റൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ എന്താണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ഇത് എല്ലാം കൂടെ കലർന്നതിനെ മാത്രമേ ഡെവലപ്മെന്റ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അധ്യാപകൻ തീർച്ചയായും കുട്ടിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജുകൾ മനസ്സിലാക്കേണ്ടത് നിർബന്ധമാണ്. ഇനി രണ്ടാമത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. വളർച്ചയും വികസനവും. വളർച്ച എന്താ?
എന്താണ് ഗ്രോത്ത് എന്ന് പറയുന്നത്? ഈ ഗ്രോത്തും ഡെവലപ്മെന്റും പല ആളുകൾക്കും മാറിപ്പോകുന്ന ഒരു വിഷയമാണ് ഗ്രോത്തും ഡെവലപ്മെന്റും. സി, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിയേ, ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീര വളർച്ച മാത്രമാണ് ഗ്രോത്ത്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മാത്രം അതിൽ ശാരീരികം, അല്ലെ, സാമൂഹികം എല്ലാം പെടുന്നുണ്ട്. പക്ഷേ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ ചേഞ്ചസ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ, അല്ലെ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചസിനെ മാത്രമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചസിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, അതായത് നമ്മുടെ ഹൈറ്റ് വളരുന്നു, അല്ലെ, നമ്മൾ വളരുന്നു, നമ്മുടെ വെയിറ്റ് ഇൻക്രീസ് ആകുന്നു, നമ്മുടെ ബോഡി സൈസിൽ വ്യത്യാസം വരുന്നു. അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, അല്ലെ, ഇപ്പം എന്റെ ഹൈറ്റ് ഒരു ടേപ്പ് വെച്ച് എനിക്ക് മെഷർ ചെയ്യാം, എന്റെ വെയിറ്റ് എനിക്കൊരു വെയിങ് മെഷീൻ കൊണ്ട് ഞാൻ എന്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് എനിക്ക് മെഷർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്തരത്തിൽ എനിക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്ന വസ്തുവിനെ, അല്ലെങ്കിൽ എന്താണോ എനിക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നത്, അതിനെയാണ് ഞാൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. വികസനം ഗ്രോത്തും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഇപ്പം ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ, നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത്, അല്ലെ, നമ്മുടെ വളർച്ച അവിടെ നിന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് നീളം വെക്കാനായിട്ട് ഒരു സമയം പരിധിയുണ്ട്, അല്ലെ, ഇത്ര വയസ്സിൽ നമ്മൾ നീളം വെച്ച് കഴിയും, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നീളം വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമുക്കൊക്കെ ഇനി നീളം വെക്കോ? ഇല്ല. അപ്പം ഗ്രോത്ത് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മളുടെ ഒരു കൗമാര പ്രായം, അഡോളസെന്റ് സ്റ്റേജസിൽ പല ടൈപ്പ് ഓഫ് ഗ്രോത്തുകളും നിന്നു പോകുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും മനുഷ്യന്റെ സ്വഭാവ രൂപീകരണമാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി അത് എവിടെയും നിന്ന് പോകുന്നില്ല. അത് എങ്ങനെയാണ്? അത് ഇങ്ങനെ അതിന്റെ ഗ്രാഫ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല, എനിക്കിത് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത് നോർമലി ഇത് ഇപ്പം പോട്ടെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ സെറ്റ് ചെയ്യാം. ഇതിപ്പം എനിക്ക് പൊതുവെ ഇത് സ്ക്രോൾ ചെയ്ത് എനിക്ക് നിങ്ങളെ ടോപ്പിക്ക് കാണിച്ചു പോകാൻ പറ്റും. ഇത് എന്താണെന്നറിയില്ല, എന്തോ ഒരു സംഭവം പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ അത് നോക്കാം. അപ്പം ഇതാണ് വികസനം എന്താണ്, അല്ലെങ്കിൽ ഗ്രോത്തും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഞാൻ പറയുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. അതായത് ഇപ്പം മെഷർ ചെയ്യാൻ ഒന്നാണ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഗ്രോത്ത് എന്ന് പറയുന്നത് മെഷറബിൾ ആവണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ മെഷറബിൾ ആണ് എന്ന് പറയുന്ന ടോപ്പിക്, അത് ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഗ്രോത്ത് യൂഷ്വലി ഒരു അഡോളസെൻസ്, യൂഷ്വലി എന്ന് പറയുന്ന വാക്കാണ്, നിർബന്ധമായും നിന്ന് പോകുമെന്ന് പറയുന്നില്ല. കാരണം ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, അല്ലെ, എന്നെ പോലെയല്ല നിങ്ങളുടെ ശരീരഘടനയല്ല എനിക്ക്, എന്റെ ശരീരഘടനയല്ല മറ്റൊരാൾക്ക്. അപ്പൊ ഗ്രോത്ത് യൂഷ്വലി എൻഡ്സ് അപ്പ് ഇൻ ദ എൻഡ് ഓഫ് അഡോളസെൻസിന്റെ എൻഡ്, കൗമാര കാലഘട്ടം കഴിയുന്ന ആ ഒരു സമയത്തോടു കൂടി യൂഷ്വലി ഗ്രോത്ത് എൻഡ് ആകാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഡെവലപ്മെന്റ് എന്താണ്? നമ്മളുടെ ശരീരത്തിന്റെ ഘടനയെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഓക്കെ, അതൊക്കെയാണ് ഈ പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഇനി ടീച്ചർ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അധ്യാപകന്റെ പെർസ്പെക്റ്റീവിൽ ടീച്ചിങ്, അല്ലെ, നമ്മൾ ഒരു കുട്ടിയെ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ അത് കുട്ടികളുടെ വികസന സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളൊരു ടീച്ചർ പെരുമാറാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് പഠിക്കാൻ തന്നെ കാരണം. ഓക്കെ, അതായത് കുട്ടിയുടെ ശേഷിക്ക് അനുയോജ്യമായ പഠനം നമ്മൾ ആ ഒരു സാഹചര്യം ഒരുക്കുക. ഇപ്പം 3ൽ പഠിക്കുന്ന കുട്ടിയെ കൊണ്ടല്ലേ നമ്മൾ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാന്ന് പറയാം. അപ്പൊ അവനവന് ആ കുട്ടികളുടെ സ്റ്റേജസിൽ എന്താണ് അതിന് ഉൾക്കൊള്ളാൻ സാധിക്കുക, അല്ലെങ്കിൽ എന്താണ് ആ കുട്ടിയുടെ ശേഷിക്ക് അനുയോജ്യമായ പഠന അനുഭവങ്ങൾ നൽകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ വികസനത്തിന് വിരുദ്ധമായ പഠന സമ്മർദ്ദം ഒഴിവാക്കണം. നമ്മൾ ഇടയ്ക്ക് ന്യൂസുകളിലൊക്കെ കാണാറുണ്ട്, നമ്മൾ കുട്ടികൾക്ക് ഓവർ പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾ അത് കുഞ്ഞിലേ തന്നെ മെന്റലി അതിന് ഒരുപാട് ട്രോമാസ് മാനസികമായിട്ട് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് അവർക്ക് പൊങ്ങാൻ പറ്റാത്ത കാര്യം അവരെ കൊണ്ട് പൊക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ 3 പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക. വികസനത്തിന് വിരുദ്ധമായ പഠന സമ്മർദ്ദം ഒഴിവാക്കണം, കുട്ടിയുടെ ശേഷിക്ക് അനുയോജ്യമായ പഠന അനുഭവങ്ങൾ നൽകണം എന്നുള്ളത് ഒരു അധ്യാപകൻ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, എന്തെങ്കിലും പോയിന്റ് ഞാൻ മിസ്സായിട്ടുണ്ടോ? നോക്കട്ടെ.
ഇല്ല. ഇതൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കാൻ വേണ്ടിയാണ് ഒത്തിരി പോയിന്റുകൾ തന്നിരിക്കുന്നത്. കുറച്ചും കൂടെ കോൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഇത്രയും ടോപ്പ് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെന്റ്. ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇമോഷണൽ ഡെവലപ്മെന്റ് നമുക്കിപ്പം നമ്മൾ പറയില്ലേ, ഒരു സാഹചര്യത്തോട് ഒരു വ്യക്തി പ്രതികരിക്കുന്നത് അല്ലെ, എങ്ങനെയാണ് അവൻ പ്രതികരിക്കുന്നത്, ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞ് നമ്മൾ അതിനെ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പം ഇത് നമ്മളുടെ ഇമോഷണൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് ഈ എന്താ പറയുന്ന ആ ഒരു പോയിന്റിൽ വരുന്നത്. ഓക്കെ, അതിന്റെ മലയാളം നമുക്ക് നോക്കാം. ഓക്കെ, മാനസിക വികസനം, വികാര നിയന്ത്രണം. ഓക്കെ, വികാര നിയന്ത്രണം. ഇപ്പൊ എന്താണ് ഈ വികാര നിയന്ത്രണം എന്ന് പറയുന്നത്? അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് നല്ല രീതിക്കല്ല നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലെന്ന് മാത്രമല്ല, നമുക്ക് ആ ഒരു സമയത്തും കുട്ടികളുടെ അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ഈ സെൽഫ് കോൺഫിഡൻസ്, അവരുടെ ആത്മവിശ്വാസം എന്നിവയെ തകർക്കാനും അല്ലെങ്കിൽ അതിനെയൊക്കെ ബാധിക്കാനും പറ്റുന്ന ഒരു അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം. അതാണ് ജസ്റ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. മാനസിക വികസനം അല്ലെങ്കിൽ വികാര നിയന്ത്രണം അത് എങ്ങനെ ബാധിക്കുന്നു, കുട്ടികളുടെ ആത്മവിശ്വാസത്തിൽ അത് വളർത്തുന്ന ഒന്നാണ്. അപ്പൊ അതിനെന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനെ തളർത്താനും വളർത്താനും തളർത്താനും, ഒരു വ്യക്തിയെ വളർത്താനും തളർത്താനും എന്തുണ്ട്, കഴിവുള്ള സംഭവമാണ് ഇമോഷണൽ അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നമുക്ക്